ഡോക്ടറെ സ്കാൻ ചെയ്തപ്പോൾ PCOD മാത്രമല്ല ഫാറ്റി ലിവറും കൂടെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് മെഡിസിൻ എടുക്കേണ്ടി വരുമോ? ഓക്കെ. ഈ PCOD പേഷ്യൻസ് അവർ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക കേസിലും അവർക്ക് PCODയുടെ കൂടെ ഗ്രേഡ് 1, ഗ്രേഡ് 2 ഫാറ്റി ലിവർ ഡയഗ്നോസ് ചെയ്ത് കാണാറുണ്ട്. ഇൻഫാക്ട് ഇത് കണക്റ്റഡ് തന്നെയാണ്. അതായത് നമുക്ക് PCOD ഉണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ വരാം, PCOD ഇല്ലാതെയും നമുക്ക് ഫാറ്റി ലിവർ വരാം. PCOD വരാൻ പലരിലും ഒരു മെയിൻ റീസൺ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇതേ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം തന്നെ നമുക്ക് ഫാറ്റി ലിവറും വരാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, ഇത് എനർജി ആയിട്ട് അതായത് ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ആണ്. അപ്പോൾ ആ ഇൻസുലിൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഈ ഗ്ലൂക്കോസ് ഒക്കെ ഫാറ്റ് ആയിട്ട് കൊഴുപ്പായിട്ട് നമ്മുടെ അവയവങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അത് മെയിൻ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക നമ്മുടെ ലിവറിലാണ്. അങ്ങനെ നമുക്ക് ഫാറ്റി ലിവർ വരാം. അത് മാത്രമല്ല നമ്മുടെ PCOD പേഷ്യൻസിൽ അവരുടെ ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ കാരണം അവരുടെ ഫാറ്റ് മെറ്റബോളിസം പ്രോപ്പർ ആയിരിക്കില്ല. സോ അങ്ങനെയും നമുക്ക് ഫാറ്റി ലിവർ വരാം. സോ ഈ PCOD ഉള്ള പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ഡയറ്റും എക്സസൈസും ഒക്കെ പറയാറുണ്ട്. സോ ഈ ട്രീറ്റ്മെന്റിന്റെ കൂടെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും എക്സസൈസും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ തന്നെ ഗ്രേഡ് 1, ഗ്രേഡ് 2 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവറിനെ അതിന് കൂടെ തന്നെ മാനേജ് ചെയ്യാം.